ഇങ്ങനെയാണ് മലേഷ്യയിലെ ആളുകൾ മുള കൊണ്ട് ബാംബു റൈസ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി അവർ 1 മുതൽ 2 അടി നീളമുള്ള മുളങ്കൊഴലുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിന്റെ ഉള്ളിൽ വാഴയില തിരികെ വെക്കുന്നു. ഈ ബാംബു റൈസ് തയ്യാറാക്കാൻ അവർ അരി നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ചു സമയം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഇത് തേങ്ങാപ്പാലും ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ട് നന്നായി ഇളക്കിയെടുത്ത് ചെറിയ കോരി കൊണ്ട് കോരി മുളയ്ക്കുള്ളിൽ നിറയ്ക്കുന്നു. ഇതിനുശേഷം റൈസ് നിറച്ച മുളകളെടുത്ത് അവർ തീക്കനലിലോ തുറന്ന തീയിലോ എടുത്ത് ചാരി വെക്കുന്നു. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇവർ ഇടയ്ക്കിടയ്ക്ക് മുളകൾ തിരിച്ചു വെക്കാറുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ നേരം ആവിയിൽ വേവിച്ച ശേഷം പുറത്തെടുത്ത് കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നു. അപ്പോൾ മലേഷ്യയിലെ ഒരു ട്രഡീഷണൽ ആയ ബാംബു റൈസ് നിങ്ങൾ ആദ്യമായിട്ട്. ഇങ്ങനെയാണ് തായ്ലൻഡിലെ ആളുകൾ തെങ്ങിൻ പൂക്കുലയിൽ നിന്ന് നാച്ചുറൽ കോക്കനട്ട് ഷുഗർ ശേഖരിക്കുന്നത്. ഇതിനു വേണ്ടി അവർ തെങ്ങിന് മുകളിൽ കയറി പൂക്കുല കട്ട് ചെയ്ത് ദിവസേന ടാപ്പ് ചെയ്ത് അതിൽ നീര് പ്രത്യേക തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ശേഖരിക്കുന്നു. ഈ കളക്ട് ചെയ്ത സാപ്പ് അവർ ഫാക്ടറിയിൽ കൊണ്ടുപോയി കൊട്ടയ്ക്ക് മുകളിൽ കെട്ടിവെച്ച തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുന്നു. ഇങ്ങനെ വേസ്റ്റ് എല്ലാം കളഞ്ഞ ശേഷം ലഭിക്കുന്ന സാപ്പിനെ ഒരു വലിയ പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുന്നു. ഉയർന്ന ചൂടിൽ ഈ സാപ്പ് തിളച്ചു മറിയാതിരിക്കാൻ അതിലേക്ക് മുള കൊണ്ടുണ്ടാക്കിയ കൊട്ട ഇറക്കി വെക്കുന്നു. നന്നായി തിളച്ചു മറിഞ്ഞ ശേഷം ലഭിക്കുന്ന തിക്കായ സാപ്പിനെ തുണി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഇതവർ ബീറ്റർ ഉപയോഗിച്ച് സോഫ്റ്റ് ആക്കിയെടുത്ത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി സീൽ ചെയ്ത് വിൽക്കുന്നു. ഈ കോക്കനട്ട് ഫ്ലവർ ഷുഗർ ആരോഗ്യത്തിന് നല്ലതായതിനാൽ തായ്ലൻഡിലെ ആളുകൾ ചായകളിലും പലതരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങളിലും ചേർത്ത് കഴിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്തിരിക്കൂ.